ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം ദ്വിതീയോധ്യായഃ. രണ്ടാമത്തെ അധ്യായത്തിൽ ഹിരണ്യകശിപുവിൻ്റെ ലോകപീഡനം, അതുപോലെ ഈ സംഭവം പറയുന്നത് ഹിരണ്യാക്ഷൻ്റെ വധത്തിന് ശേഷമാണ്. അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ വധത്തിൽ മനംനൊന്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഈ ഹിരണ്യകശിപു വേദാന്ത വാക്കുകളാൽ ഉപദേശിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചത് എന്തിനാണ് സ്വന്തം മകനോട് ഇത്രയും വിദ്വേഷം എന്നായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് നാരദ മഹർഷി പറയുന്നത്, താൻ ദ്വേഷിക്കുന്ന ഹരിയെ മകൻ സ്നേഹിച്ചതിലുള്ള വിദ്വേഷമാണ് ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനോട് ഉണ്ടായിരുന്നത്. ഇനി അതിൻ്റെ കാരണമാണ് പറഞ്ഞു വരുന്നത്. നാരദ ഉവാച. ഒന്നാമത്തെ ശ്ലോകം. ഭ്രാതരി ഏവം വിനിഹതേ ഹരിണ ക്രോഡമൂർത്തിന ഹിരണ്യകശിപു രാജൻ പര്യതപ്യത് രുഷാ ശുച. ഹേ രാജൻ, അല്ലയോ യുധിഷ്ഠിര, ക്രോഡമൂർത്തിന വരാഹരൂപം ധരിച്ച ഹരിണ ഭഗവാൻ ശ്രീഹരിയാൽ ഏവം ഇപ്രകാരം ഭ്രാതരി സഹോദരനായ ഹിരണ്യാക്ഷൻ വിനിഹതേ കൊല്ലപ്പെട്ടിരുന്നപ്പോൾ ഹിരണ്യകശിപു രുഷാ ശുച ക്രോധത്താലും ഖേദത്താലും പര്യതപ്യത് വളരെയധികം ക്ലേശിച്ചു. തൻ്റെ അനുജനായ ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചതറിഞ്ഞിട്ട് ഭഗവാനോടുള്ള ദേഷ്യം വളരെയധികം വർദ്ധിച്ചു. ഭഗവാനോടുള്ള രോഷം പ്രകടിപ്പിക്കുകയാണ് ഹിരണ്യകശിപു. രണ്ടാമത്തെ ശ്ലോകം. ആഹച ഇദം രുഷാ ഘൂർണഃ സന്തഷ്ട ദശനച്ഛതഃ കോപോജ്വലദ്ഭ്യാം ചക്ഷുർഭ്യാം നിരീക്ഷൻ ധൂമ്രം അംബരം. രുഷാ ഘൂർണഃ രോഷത്താൽ ചുഴന്നുകൊണ്ടും, സന്തഷ്ട ദശനച്ഛതഃ ചുണ്ടമർത്തിക്കടിച്ച്, അതായത് പല്ല് ഞെരിച്ചുകൊണ്ട്, കോപോജ്വലദ്ഭ്യാം ക്രോധത്താൽ അത്യധികം ജ്വലിക്കുന്ന ചക്ഷുർഭ്യാം തൻ്റെ നേത്രങ്ങളാൽ ധൂമ്രം പുക പരന്നു പോലെയുള്ള അംബരം ആകാശത്തേക്ക് നിരീക്ഷൻ നോക്കിക്കൊണ്ട് ഇപ്രകാരം ആഹച പറഞ്ഞു തുടങ്ങി. കോപത്താൽ വിറയ്ക്കുന്ന ചുണ്ടുകളോടും കണ്ണുകളോടും കൂടി ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ പറയാൻ തുടങ്ങി. ഹിരണ്യകശിപു തൻ്റെ രാജസദസ്സിൽ വെച്ചാണ് ഇപ്രകാരം പറയാൻ ആരംഭിച്ചത്. മൂന്നാമത്തെ ശ്ലോകം. കരാളദംഷ്ട്ര ഉഗ്രദൃഷ്ട്യ ദുഷ്പ്രേക്ഷ്യ ഭ്രുഗുടീമുഖഃ ശൂലമുദ്യമ്യ സദസി ദാനവാൻ ഇദം അബ്രവീത്. കരാളദംഷ്ട്ര ഉഗ്രദൃഷ്ട്യ, ഭീഷണമായ ദംഷ്ട്രകളാലും ഉജ്ജ്വലമായ ദൃഷ്ടിയാലും, ദുഷ്പ്രേക്ഷ്യം നോക്കുവാൻ പോലും സാധിക്കാത്ത വിധം ഭ്രുഗുടീമുഖ്യഃ വളച്ച പുരികക്കൊടികളോടുകൂടിയ മുഖത്തോടെ. അപ്പോൾ കൂടുതൽ ആ മുഖം ക്രൗര്യമാർന്നതായിരുന്നു. ഇങ്ങനെയുള്ള മുഖത്തോടെ ഹിരണ്യകശിപു തൻ്റെ സഭാമധ്യത്തിൽ ശൂലം ഉദ്യമ്യ തൻ്റെ ശൂലായുധം പൊക്കിപ്പിടിച്ച് ദാനവാൻ അസുരന്മാരോട് ഇദം അബ്രവീത് ഇപ്രകാരം പറഞ്ഞു. 4-5 ശ്ലോകങ്ങളിലായിട്ട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് പറയുന്നു. ഭോ ഭോ ദാനവ ദൈതേയോ ദ്വിമൂർധൻ ത്രക്ഷ ശംബര ശതബാഹോ ഹയഗ്രീവ നമുചേ പാക ഇല്വല. 5-ാമത്തെ ശ്ലോകം. വിപ്രചിത്തേ. ഇതെല്ലാം ദാനവ ദൈതേയ എന്ന് കഴിഞ്ഞിട്ട് ഉള്ളതെല്ലാം ഈ ഓരോ അസുരന്മാരുടെ പേരുകളാണ്. അപ്പോൾ ഇവരെയൊക്കെ വിളിച്ചിട്ട് പറയുന്നു. ശൃണുത അനന്തരം മമ വചഃ പുലോമൻ ശകുനാദയഃ
ശൃണുത അനന്തരം സർവേ ക്രിയതാം ആശു മാചിരം. ഭോ ഭോ അല്ലയോ ശകുനാദയ, ശകുനാദികളായ അല്ലയോ ദാനവ ദൈത്തേയാഹ, ദാനവന്മാരെ ദൈതേയന്മാരെ, സർവേ നിങ്ങൾ എല്ലാവരും മമ വചഃ എൻ്റെ വാക്കിനെ ശൃണുത കേൾക്കുക, അനന്തരം അതിൽ പിന്നെ ആശു വളരെ വേഗത്തിൽ ക്രിയതാം പ്രവർത്തിക്കണം, ചിരമ്മ വൈകരുത്. ആറാമത്തെ ശ്ലോകം. സപത്നൈഹി ഘാതിതഃ ക്ഷുദ്രൈഹി ഭ്രാതാ മേ ദയിതഃ സുഹൃത് പാർഷ്ണിഗ്രാഹേണ ഹരിണാ സമേന അപി ഉപധാവനൈഹി. ക്ഷുദ്രൈഹി അല്പന്മാരായ സപത്നൈഹി ശത്രുക്കളാൽ, അതായത് എൻ്റെ സഹോദരനെ വെച്ച് നോക്കുമ്പോൾ അവനെ കൊന്ന വിഷ്ണുവും അതുപോലെ ആ ഭഗവാൻ ആർക്കു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത്, ആ ദേവന്മാരും ഒക്കെ അല്പന്മാരാണ്. അപ്പോൾ അല്പന്മാരായ ശത്രുക്കളാൽ മേ ദയിതഃ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനും എൻ്റെ സുഹൃത്ത്, എനിക്കൊരു സുഹൃത്തിനെ പോലെയായിരുന്നു, സഹോദരനാണെങ്കിലും സുഹൃത്തിനെ പോലെയുള്ള ഭ്രാത എൻ്റെ സഹോദരൻ, സമേന അപി അവൻ ആരോടും ഭേദഭാവം ഇല്ലായിരുന്നു, അത്രയും നല്ലവനായിരുന്നു. എന്നിട്ടും ഉപധാവനൈഹി ഒപ്പം ഓടി നടന്നുകൊണ്ടുള്ള സേവാവൃത്തികളാൽ, അതായത് ദേവന്മാരുടെ പുറകെ നടന്ന് അവർക്ക് സേവ ചെയ്യുകയാണ് ആ വിഷ്ണുവിന്റെ ജോലി. ഇങ്ങനെ പാർഷ്ണിഗ്രാഹേണ അവരുടെ പിന്തുണക്കാരനായി തീർന്ന ഹരിണ ആ വിഷ്ണുവിനെ കൊണ്ട് എൻ്റെ അനുജൻ ഘാതിതഃ ദേവന്മാർക്കു വേണ്ടി വിഷ്ണു കൊന്നു. അപ്പോൾ അവരുടെ പക്ഷം പിടിച്ചിട്ട് എൻ്റെ അനുജനെ ആ മഹാവിഷ്ണു കൊന്നു. ഇനി പറയുന്നു, മഹാവിഷ്ണുവിന് കുട്ടികളുടെ സ്വഭാവമാണ്. കുട്ടികളെ ആരാണോ സുഖിപ്പിക്കുന്നത് അവരെ തിരിച്ചും കുട്ടികൾ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്നോട് വലിയ സ്നേഹമാണെന്ന് കുട്ടികൾ കരുതും. അത്ര ബുദ്ധിയേ ഉള്ളൂ ഈ മഹാവിഷ്ണുവിന് എന്നാണ് പറയുന്നത്. 7-8 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. തസ്യ തെക്ത സ്വഭാവസ്യ ഘൃണേഹേ മായാവനൗകസഃ ഭജന്തം ഭജമാനസ്യ ബാലസ്യ ഇവ അസ്ഥിരാത്മനഃ. 8 മച്ഛൂലഭിന്ന ഗ്രീവസ്യ ഭൂരിണാ രുധിരേണ വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരം മേ ഗതവ്യഥഃ. ഘൃണേ, യഥാർത്ഥത്തിൽ ഭഗവാൻ ശുദ്ധ തേജോമയനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ മാത്രമല്ല എല്ലാവരിലും സമഭാവം ഉള്ളവനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ടും ആ സ്വഭാവത്തെയൊക്കെ ഉപേക്ഷിച്ചു. ആര്? ഭഗവാൻ. തെക്ത സ്വഭാവസ്യ തനിക്കുള്ള ആ നിഷ്പക്ഷഭാവത്തെ കൈവിട്ട് കളഞ്ഞവനും, ഇനി നേരിട്ട് എൻ്റെ അനുജനോട് യുദ്ധം ചെയ്യാൻ മടിച്ച അവൻ, വളഞ്ഞ വഴിയിൽ മായാവനൗകസഃ കാപട്യത്താൽ ഒരു കാട്ടുജന്തുവിൻ്റെ രൂപം ധരിച്ച് ബാലസ്യ ഇവ അവന്റെ സ്വഭാവം ഈ കുട്ടികളുടേത് പോലെയാണ്. ആരാണോ തന്നെ ഭജന്തം ഭജിക്കുന്നത് അവരെ തിരിച്ചും ഭജമാനസ്യ. ഇതൊക്കെ നിന്ദാസ്തുതിയാണ്, ഭഗവാനെയാണ് നിന്ദിക്കുന്നത്. പക്ഷെ നിന്ദിക്കുന്നതിലൂടെ ഭഗവാന്റെ യഥാർത്ഥ സ്വഭാവവും പറയുകയാണ്. അസ്ഥിരാത്മനഃ ഉറച്ച മനസ്ഥിതി ഇല്ലാത്തത്, അതായത് ആരോടും അങ്ങനെ സ്ഥായിയായ ദേഷ്യവും ഇല്ല, സ്നേഹവും ഇല്ല. അതാണ് അതിൻ്റെ ശരിയായ സ്തുതി. പക്ഷെ ഇവിടെ ഹിരണ്യകശിപു പറയുന്നത് ഒരു സ്ഥിരതയില്ല. അങ്ങനെയുള്ള ആ മഹാവിഷ്ണു മച്ഛൂലഭിന്ന ഗ്രീവസ്യ എൻ്റെ ശൂലം കൊണ്ട് കുത്തിപ്പിളർന്ന കണ്ഠത്തോടു കൂടിയവനായി തീരുന്നതാണ്. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ തസ്യവൈ അവന്റെ തന്നെ ഭൂരിണ രുധിരേണ അവന്റെ ആ കഴുത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം കൊണ്ട് രുധിരപ്രിയം രക്തപ്രിയനായ മേ ഭ്രാതരം എൻ്റെ സഹോദരനെ ഞാൻ തർപ്പയിഷ്യേ തൃപ്തനാക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ഞാൻ ഗതവ്യഥഃ ദുഃഖം നീങ്ങിയവനായി തീരുകയുള്ളൂ. ആ മഹാവിഷ്ണുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ അനുജന് ഞാൻ തർപ്പണം നടത്തും. എന്നിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ അനുജൻ ഇല്ലാതായതിൻ്റെ ദുഃഖം നീങ്ങാൻ. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം, കൊല്ലിച്ചവരെയും ശിക്ഷിക്കണ്ടേ എന്ന്. അപ്പോൾ അതിന് കാരണം പറയുന്നു, ഭഗവാൻ മഹാവിഷ്ണു ഇല്ലാതായാൽ പിന്നെ ദേവന്മാരും
സ്വാഭാവികമായിട്ട് ഇല്ലാതായിക്കൊള്ളും. അതിന്റെ കാരണം 9-ാമത്തെ ശ്ലോകം. തസ്മിൻ കൂടെ അഹിതേ നഷ്ടേ കൃത്തമൂലേ വനസ്പതൗ വിടപ ഇവ ശുഷ്യന്തി വിഷ്ണുപ്രാണാദിവൗകസഃ. കൂടെ വഞ്ചകനായ തസ്മിൻ, ആ ഒരേ ഒരു അഹിതേ ശത്രു മഹാവിഷ്ണു, ആ വിഷ്ണു നഷ്ടേ ഇല്ലാതായാൽ വിഷ്ണു പ്രാണാഹ, ഈ മഹാവിഷ്ണുവാകുന്ന പ്രാണങ്ങളോടുകൂടിയ, അതായത് ഭഗവാനെ ആശ്രയിച്ചാണ് ഈ ദേവന്മാർ നിൽക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ ഇല്ലാതായാൽ പിന്നെ അവർ സ്വാഭാവികമായും ഇല്ലാതാകും. ഇങ്ങനെയുള്ള ദിവൗകസഹ, ദേവന്മാർ മഹാവിഷ്ണു വധിക്കപ്പെട്ടാൽ കൃത്തമൂലേ വനസ്പതോ, കടമുറിക്കപ്പെട്ട മരത്തിലെ വിടപാഹ, ആ കൊമ്പുകൾ എങ്ങനെ ഉണങ്ങുമോ അതുപോലെ പിന്നെ ഇവരും സ്വാഭാവികമായിട്ട് അങ്ങ് ശുഷ്യന്തി, ഉണങ്ങിപ്പോകും, അവരുടെ ഊർജമൊക്കെ ക്ഷയിച്ചു പോകുന്നതാണ്. എന്നാൽ വിഷ്ണുവിനെ വധിക്കുന്നതുവരെ വേറെയും ചില ജോലികളുണ്ട്, അത് ഏൽപ്പിക്കുകയാണ് 10-ാമത്തെ ശ്ലോകം. താവത് യാത ഭുവം യൂയം വിപ്രക്ഷത്ര സമേധിതാം സൂതയധ്വം തപോയജ്ഞ സ്വാധ്യായ വ്രതദാനിനഃ. താവത്, ഞാൻ വിഷ്ണുവിനെ വധിക്കുന്നതുവരെ, യൂയം, നിങ്ങൾ, ഇവിടെ അസുരന്മാരെ ആദ്യം വിളിച്ചു വരുത്തിയല്ലോ, അവരോട് പറയുന്നു, നിങ്ങൾ വിപ്രക്ഷത്ര സമേധിതാം, ബ്രാഹ്മണരാലും ക്ഷത്രിയരാലും അഭിവൃദ്ധി വരുത്തപ്പെട്ടതായ ഭുവം, ഭൂമിയിലേക്ക് യാത, പോവുക. എന്നിട്ട് ആരൊക്കെയാണോ തപോ യജ്ഞ സ്വാധ്യായ വ്രതദാനിനഃ, തപസ്, യാഗം, അധ്യയനം, വ്രതാദികൾ ചെയ്യുക, ദാനം നൽകുക, ഇവയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവരെയെല്ലാം സൂതയധ്വം, കൊന്നൊടുക്കുവിൻ. വിഷ്ണുവിനെ കൊല്ലാൻ വേണ്ടി ഉദ്യമിക്കുന്നതിനിടയിൽ ഇവരെ എന്തിന് ഉപദ്രവിക്കണം, അവരൊക്കെ എന്ത് പിഴച്ചു എന്നാണെങ്കിൽ, ഇവരുടെ ഈ യജ്ഞമാണ് ഭഗവാന്റെ, മഹാവിഷ്ണുവിൻ്റെ നിലനിൽപ്പ് എന്ന് കണ്ടെത്തുകയാണ്. അതാണ് 11-ാമത്തെ ശ്ലോകം. വിഷ്ണുഃ ദ്വിജക്രിയാമൂലോ യജ്ഞോ ധർമ്മമയഃ പുമാൻ ദേവർഷി പിതൃഭൂതാനാം ധർമ്മസ്യ ച പരായണം. ഈ വിഷ്ണു ദ്വിജക്രിയാമൂലഃ, ബ്രാഹ്മണരുടെ അനുഷ്ഠാനങ്ങളിൽ വേരൂന്നിയവനും, യജ്ഞഃ, യജ്ഞമായും, ധർമ്മമയഃ, ധർമ്മമായും നിൽക്കുന്ന പുമാൻ, ആളാകുന്നു. ദേവർഷി പിതൃഭൂതാനാം, ദേവകൾക്കും ഋഷികൾക്കും പിതൃക്കൾക്കും ഭൂതങ്ങൾക്കും, ധർമ്മസ്യ ച, ധർമ്മത്തിനും പരാശ്രയം, പരമാശ്രയഭൂതനും ഈ വിഷ്ണുവാകുന്നു. അപ്പോൾ ഇതിന് ഒരു നഷ്ടം സംഭവിച്ചാൽ അത് വിഷ്ണുവിൻ്റെ നാശം എളുപ്പമാക്കും. 12-ാമത്തെ ശ്ലോകം. യത്ര യത്ര ദ്വിജാഹ ഗാവോ വേദാഹ വർണ്ണാശ്രമാഹ ക്രിയാഹ തം തം ജനപദം യാത സന്ദീപയത വൃശ്ചത. യത്ര യത്ര, യാതൊരിടത്ത്, ദ്വിജാഹ, ബ്രാഹ്മണരും, ഗാവഹ, പശുക്കളും, വേദാഹ, വേദങ്ങളും, വർണ്ണാശ്രമാഹ, വർണ്ണാശ്രമമുറകളും, അതിനെ തുടർന്ന് ചെയ്യുന്ന ക്രിയാഹ, വൈദിക കർമ്മങ്ങളും കാണപ്പെടുന്നുവോ, തം തം ജനപദം, അതാത് പ്രദേശത്തേക്ക് യാത, ചെല്ലുവിൻ. എന്നിട്ട് അതിനെയെല്ലാം സംദീപയത, ചുട്ട് ചാമ്പലാക്കുവിൻ. വൃശ്ചത, അതിനെയെല്ലാം അങ്ങ് ഇല്ലാതാക്കി കളയുക. അവിടെ അങ്ങനെ ഒരു സംഭവം പിന്നീട് നടക്കരുത്, പേടിച്ചിനി അവിടെ ആരും വന്ന് ചെയ്യരുത്, അതുപോലെ ആക്കിക്കളയണം. 13-ാമത്തെ ശ്ലോകം. ഇതി തേ ഭർതൃനിർദ്ദേശം ആദായ ശിരസാദൃതാഹ തഥാ പ്രജാനാം കഥനം വിദധുഃ കഥനപ്രിയാഹ. കഥനപ്രിയാഹ, ആരെയെങ്കിലും ദ്രോഹിക്കുമ്പോൾ അതിലൊരു സുഖം കിട്ടുന്ന തേ, ഈ അസുരന്മാർ ഇത് കേൾക്കേണ്ട താമസം. ഇതി ഭർതൃനിർദ്ദേശം, ഇങ്ങനെയുള്ള തങ്ങളുടെ സ്വാമിയുടെ ഉത്തരവിനെ ആദൃതാഹ, ആദരവോടുകൂടി, ശിരസാ ആദായ, ശിരസിനാൽ, അതായത് ശിരസാ വഹിച്ചുകൊണ്ട്, തഥാ, ആ പറഞ്ഞതുപോലെ തന്നെ, എല്ലാ പ്രജാന, ഭൂമിയിലെ ജനങ്ങൾക്ക്, കഥനം വിദധുഃ, വിദ്രോഹത്തെ ഏൽപ്പിച്ചു തുടങ്ങി. ഇവിടെ നോക്കൂ, വൈകുണ്ഠത്തിൽ ഭഗവാന്റെ പാർഷദനായി നിന്ന ആളാണ് ഒറ്റ ജന്മം കൊണ്ട് നേരെ തലതിരിഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഇന്ന് ഞാൻ ഇത്ര നല്ലവനാണെങ്കിൽ
എങ്ങനെയാണ് കഴിഞ്ഞ ജന്മത്തിലൊക്കെ മോശം പ്രവൃത്തികൾ ചെയ്യുക എന്ന്? അതിനുള്ള ഉത്തരമാണ് ഇത്. ഒരു ജന്മത്തിൽ അത്ര നല്ലവനായിട്ടുള്ള ആൾ മറുജന്മത്തിൽ അതിലും മോശമാകാൻ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഈ മായയിൽ പെട്ടാൽ നമുക്ക് പോലും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നതിന് ഒരു നിയന്ത്രണവും ഉണ്ടാവുകയില്ല. 14-15 ശ്ലോകങ്ങളിലായിട്ട് അവർ ചെയ്ത ഓരോരോ കൃത്യങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അവർ നശിപ്പിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നഗരം, ഗ്രാമം, ഗോശാല, പിന്നെ രാജകൊട്ടാരങ്ങൾ ഇവയൊക്കെ ചുട്ടരിച്ചു. പിന്നെ അണക്കെട്ടുകൾ, മതിൽക്കെട്ടുകൾ ഇതൊക്കെ കുത്തി അടർത്തി. ഫലവത്തുക്കളായ വൃക്ഷങ്ങളൊക്കെ കയ്യിൽ മഴുവെടുത്തു കൊണ്ടുവന്ന് വെട്ടിമുറിച്ചു. ഇങ്ങനെ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്തു എന്നാണ് ഈ 2 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. ഇനി 16-ാമത്തെ ശ്ലോകം. ഏവം വിപ്രകൃതേ ലോകേ ദൈത്യേന്ദ്ര അനുചരൈഹി മുഹുഹു ദിവം ദേവാഹ പരിത്യജ്യ ഭുവി ചേരുഹു അലക്ഷിതാഹ. ഏവം ഇപ്രകാരം മുഹുഹു അടിക്കടി ദൈത്യേന്ദ്ര അനുചരൈഹി അസുര ചക്രവർത്തിമാരുടെ കിങ്കരന്മാരാൽ ലോകെ ലോകമാകെയും വിപ്രകൃതേ അതിന്റെ പ്രകൃതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഉപദ്രവിക്കപ്പെട്ടു. അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ ഇതിൻ്റെയൊക്കെ തിരിച്ചടി ഉണ്ടായത് ദേവന്മാർക്കാണ്. കാരണം ഭൂമിയിൽ യജ്ഞങ്ങൾ നടക്കാതെയാകുമ്പോൾ ദേവന്മാരുടെ ഓജസ് അത് ഇല്ലാതായി തീരും. അങ്ങനെ ദേവന്മാർ ദിവം പരിത്യജ്യ സ്വർഗലോകത്തെ ഉപേക്ഷിച്ചിട്ട് ഭൂമിയിൽ അലക്ഷിതാഹ ആരുടെയും കണ്ണിൽപ്പെടാതെ അങ്ങനെ ചേരുഹു അലഞ്ഞു നടന്നു. ഇതേ സമയം ഹിരണ്യാക്ഷന്റെ മക്കളെ ഹിരണ്യകശിപു സാന്ത്വനിപ്പിക്കുന്നു എന്ന് പറയുന്നു. 17-ാമത്തെ ശ്ലോകം. ഹിരണ്യകശിപുഃ ഭ്രാതുഃ സംപരേതസ്യ ദുഃഖിതഃ കൃത്വാ കടോദകാദീനി ഭ്രാതൃപുത്രാൻ അസാന്ത്വയത്. ദുഃഖിതഃ ഹിരണ്യകശിപുഃ ദുഃഖിതനായ ഹിരണ്യകശിപു സംപരേതസ്യ മരിച്ചുപോയ തൻ്റെ ഭ്രാതുഃ സഹോദരന്റെ കടോദകാദീനി അവസാനത്തെ ക്രിയകൾ ഉദകക്രിയാദികളെ കൃത്വ ചെയ്തതിനു ശേഷം ഹിരണ്യാക്ഷന്റെ പുത്രാൻ ഭ്രാതൃപുത്രാൻ അസാന്ത്വയത് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഇനി അവരുടെ പേരുകളാണ് അടുത്ത ശ്ലോകത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ. ശകുനി, ശംബരഃ, ധൃഷ്ടഃ, ഭൂതസന്താപനഃ, വൃകഃ, കാലനാഭൻ, മഹാനാഭൻ, ഹരിസ്മശ്രു, അധ ഉത്കജൻ. അപ്പോൾ ഈ ശകുനിം ശംബരം എന്നൊക്കെ പറയുന്നത് അവരെ എന്ന് അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരെയൊക്കെയാണ് ഈ അധ ഉത്കജം എന്ന് വെച്ചാൽ ഹരിസ്മശ്രുവും പിന്നെ ഉത്കജൻ, ഇങ്ങനെ 9 പേരാണ് ഹിരണ്യാക്ഷന്റെ പുത്രന്മാർ. അതിനുശേഷം അവരുടെ അമ്മയായ ഋഷാഭാനുവിനെയും തൻ്റെ അമ്മയായ ദിതിയെയും സമാധാനിപ്പിക്കുന്നു. 19-ാമത്തെ ശ്ലോകം. തന്മാതരം ഋഷാഭാനും ദിതിം ച ജനനീം ഗിര ശ്ലക്ഷ്ണയാ ദേശകാലജ്ഞ ഇദം ആഹ ജനേശ്വര. തന്മാതരം ഇങ്ങനെ അവരുടെ മാതാവായ, അതായത് ഹിരണ്യാക്ഷന്റെ മക്കളുടെ മാതാവ് എന്നാൽ ഹിരണ്യാക്ഷന്റെ ഭാര്യ, അവരോട് അതായത് ഋഷാഭാനുവിനോടും പിന്നീട് തൻ്റെ അമ്മ ജനനീം സ്വമാതാവായ ദിതിയോടും ദേശകാലജ്ഞ ഹിരണ്യകശിപു മുജ്ജന്മത്തിൽ ആരായിരുന്നു? ജയൻ ഭഗവാന്റെ തൊട്ടടുത്ത് നിന്ന പാർഷദനാണ്. അപ്പോൾ വേദാന്തങ്ങളിലൊക്കെ അത്രയും ജ്ഞാനമുള്ള ആളാണ്. എന്നാൽ മായയുടെ മൂടുപടലത്താൽ ഒരു ആസുരിക ജന്മം ലഭിച്ചപ്പോൾ അതിനോട് അത്രയും നീതി പുലർത്താൻ എന്ന വണ്ണമാണ് ഇപ്പോൾ ഹിരണ്യകശിപു പെരുമാറുന്നത്. പക്ഷേ ആ ഉപബോധ മനസ്സിൽ കഴിഞ്ഞ ജന്മത്തിന്റെ സ്മരണയിൽ ഉള്ള വേദാന്തജ്ഞാനം ഉണ്ട്. അങ്ങനെ ദേശകാലസ്ഥിതികളുടെ പരിജ്ഞാനമുള്ള ഹിരണ്യകശിപു ശ്ലക്ഷ്ണയ മധുരമസൃണമായ ഗിര വചനത്തോടെ ഏ ജനേശ്വര യുധിഷ്ഠിര ഇതം ആഹ ഇനി പറയാൻ പോകുന്ന ഈ വാക്കുകളെ അവരോട് പറഞ്ഞു. അപ്പോൾ ഇനി ഉള്ള ഹിരണ്യകശിപുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് ഹിരണ്യകശിപു തന്നെയാണോ പറയുന്നത് എന്ന് തോന്നും. അതാണ് ആദ്യം പറഞ്ഞത്.
പറയുന്നത് ഹിരണ്യകശിപുവിന്റെ രൂപത്തിലാണെങ്കിലും ആ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ മുജ്ജന്മത്തിലെ വിഷ്ണു പാർഷദനായ ജയന്റേതാണ് എന്ന് നമ്മൾ ഓർക്കണം. ഹിരണ്യകശിപുഹു ഉവാച 20-ാമത്തെ ശ്ലോകം. അംബാ അംബാ ഹേ വധൂ പുത്രാഹ വീരം മാർഹധ ശോചിതും രിപോഹോ അഭിമുഖേ ശ്ലാഘ്യഃ ശൂരാണാം വധ ഈപ്സിതഃ. ഹേ അംബാ അംബാ, അമ്മേ അമ്മേ, ഹേ വധൂ അല്ലയോ സഹോദര പത്നി, പുത്രാഹ കുട്ടികളെ, വീരം വീരനായ ഹിരണ്യാക്ഷനെ കുറിച്ച് ശോചിതും മാ അർഹത ദുഃഖിക്കുവാൻ പാടില്ല. കാരണം അവൻ്റേതൊരു വീരമരണമാണ്. അവൻ തൻ്റെ ശത്രുവായ വിഷ്ണുവിന് നേർക്ക് അവനെ കൊണ്ട് പറ്റാവുന്നത്രയും പൊരുതി നിന്നിട്ടാണ് മരിച്ചു വീണത്. അപ്പോൾ റിപോഹോ അഭിമുഖേ, ശത്രുവിനോട് നേർക്കുനേർ യുദ്ധം ചെയ്ത് ശൂരാണാം വധഃ, അങ്ങനെ പരാക്രമികൾക്ക് മൃത്യു സംഭവിക്കുന്നത് ശ്ലാഘ്യഃ ശ്ലാഘനീയവും ഈപ്സിതഃ ഒരു യോദ്ധാവിനെ സംബന്ധിച്ച് അത് അഭികാമ്യവും ആകുന്നു. അങ്ങനെയുള്ള വീരപുരുഷനായ ഹിരണ്യാക്ഷനെ കുറിച്ചോർത്ത് നിങ്ങൾ ആരും ദുഃഖിക്കരുത്. ഇനി അടുത്ത ശ്ലോകം അധ്യാത്മരാമായണത്തിലെ പാന്ധർ പെരുവഴിയമ്പലം പോലെ എന്ന ആ വരിയിൽ തുടങ്ങുന്ന അതിൻ്റെ ആ അർത്ഥമാണ്. ഭൂതാനാം ഇഹ സംവാസഃ പ്രപായാം ഇവ സുവ്രതേ ദൈവേന ഏകത്ര നീതാനാം ഉന്നീതാനാം സ്വകർമ്മഭിഹി. ഹേ സുവ്രതേ, വ്രതശുദ്ധി എഴുന്ന അല്ലയോ മഹതി, ഇഹ ഈ ലോകത്തിൽ ദൈവേന നമ്മുടെ പൂർവകർമ്മത്താൽ പരസ്പരം ഉണ്ടാകുന്ന ഏതൊക്കെയോ കർമ്മബന്ധത്താൽ നമ്മളിൽ ചിലർ ഏകത്ര ഒരിടത്ത് നീതാനാം എത്തിക്കപ്പെട്ടവരും, എന്നാൽ പിന്നീട് ഇതേ കർമ്മത്തിന്റെ ശക്തിയാൽ കർമ്മഭിഹി സ്വകർമ്മഭിഹി ഉന്നീതാനാം വേർപ്പെടുത്തപ്പെട്ടവരുമായ ഭൂതാനാം ഈ ജീവജാലങ്ങളുടെ സംവാസഹ ഒത്തൊരുമിക്കൽ എന്നത് പ്രപായാം ഇവ തണ്ണീർപന്തലിൽ എന്നതുപോലെ അല്പനേരത്തേക്കേ ഉള്ളൂ. അധ്യാത്മരാമായണത്തിൽ അത് വഴിയമ്പലം എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ തണ്ണീർപന്തൽ എന്ന് പറയുന്നു. ഒരു യാത്രയിൽ ഒരുപാട് പേർ നടന്നു പോകുന്നതിനിടയിൽ ഇടക്ക് ചില തണ്ണീർപന്തലിൽ എത്തുമ്പോഴാണ് ചിലർക്ക് ദാഹിക്കുക. അങ്ങനെ ആ തണ്ണീർപന്തലിൽ വഴിയാത്രക്കാർ, പലയിടത്തു നിന്നായി വന്ന വഴിയാത്രക്കാർ വെള്ളം കുടിക്കാനായി കുറച്ചു നേരം ഒന്ന് കൂട്ടം കൂടുമ്പോൾ ഒന്ന് പരിചയപ്പെടും. എന്നിട്ട് വീണ്ടും അവർ അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോകുന്നത് പോലെയാണ് ഈ ലോകത്ത് ജീവികൾ പ്രാരബ്ധ കർമ്മവശാൽ ഒരു സ്ഥലത്ത് ഒരുമിക്കുന്നതും പിന്നെ അവിടെ നിന്ന് തന്നെ പല സ്ഥലത്തേക്കായിട്ട് പിരിഞ്ഞു പോകുന്നതും. ഇത് പ്രകൃതി നിയമമാണ്. എന്നാൽ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എല്ലാവരോടും അങ്ങ് ഒട്ടിക്കളയുന്നു. അവരോടുള്ള ആസക്തിയാൽ ഇവരില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ അവർ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു. എന്നാൽ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിനെ ഇത് പറഞ്ഞു പഠിപ്പിച്ചാൽ ദുഃഖത്തിന്റെ തീവ്രത കുറയും. തീർച്ചയായും നമുക്ക് കുറേ നാൾ പരിചയപ്പെട്ടിരിക്കുന്ന ഒരാൾ നമ്മെ പിരിഞ്ഞു പോകുമ്പോൾ തന്നെ വിഷമമുണ്ടാകും. അപ്പോൾ പിന്നെ സ്വാഭാവികമായും രക്തബന്ധവും അല്ലാതെയുള്ള സ്നേഹബന്ധവും ഉള്ളവർ കുറേ നാൾ ഒരുമിച്ചിരുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ദുഃഖം തന്നെയാണ്. എങ്കിലും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത കുറയും. മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരാനും സാധിക്കും. ഇനി അടുത്തതായി പറയുന്നത് ഗീതാ തത്വമാണ്, വേദാന്ത തത്വമാണ്. ഗീത എന്നാൽ വേദാന്തമാണ്. അപ്പോൾ 22-ാമത്തെ ശ്ലോകം ആത്മാവിൻ്റെ ആ അനശ്വരതയെ കുറിച്ച് പറയുന്നു. നിത്യഃ ആത്മാ അവ്യയഃ ശുദ്ധഃ സർവഗഃ സർവവിത് പരഃ ധത്തെ അസൗ ആത്മനഃ ലിംഗം മായയാ വിസൃജൻ ഗുണാൻ. ഈ ദേഹത്തെ ധരിക്കുന്ന ആത്മാ നിത്യഃ, അത് നാശമില്ലാത്തതാണ്. അവ്യയഃ, ഒരിക്കലും ഒരു കുറവും വരാത്തതാണ്. ശുദ്ധഃ, നിർമ്മലനും. സർവഗഃ, സർവവ്യാപിയും സർവവിത്, എല്ലാം അറിയുന്നവനും. പരഃ, എന്നാൽ ഈ ദേഹാദിയിൽ നിന്ന് അകന്നവനുമാണ്.
എന്നാൽ ഈ ആത്മാവ് തന്നെയാണ് അസൗ ആത്മനഃ, തൻ്റെ മായാവൈഭവത്താൽ ഗുണകാര്യങ്ങളായ ദേഹാദികളെ വിസൃജൻ, നാനാതരത്തിൽ ഉണ്ടാക്കി എന്നിട്ട് അതിനൊരു മനസ്സും സൃഷ്ടിക്കുന്നു. ലിംഗം ധത്തെ, സൂക്ഷ്മദേഹത്തെ ധരിക്കുന്നു. ഇങ്ങനെ നമ്മളൊക്കെ വേറെ വേറെ ആയിട്ട് തോന്നുന്നു. ഈ പറഞ്ഞ കാര്യത്തെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നു. 23, 24 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. യഥാ അംഭസാ പ്രചലതാ തരവഃ അപി ചലാ ഇവ ചക്ഷുഷാ ഭ്രാമ്യമാണേന ദൃശ്യത്തെ ചലതി ഇവ ഭൂഃ. ഏവം ഗുണൈഃ ഭ്രാമ്യമാണേ മനസി അവികലഃ പുമാൻ യാതി തത്സാമ്യതാം ഭദ്രേ ഹി അലിംഗഃ ലിംഗവാൻ ഇവ. യഥാ, എപ്രകാരമാണോ ഒരു ജലാശയം പ്രചലത, അതിങ്ങനെ ഇളകുന്ന സമയത്ത് ആ അംഭസ, ജലം നിമിത്തം, ഇളകുന്ന ജലം നിമിത്തം അതിൽ നിഴലിക്കുന്ന, അതായത് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ആ തീരമുള്ള ജലാശയമാണെങ്കിൽ ഈ മരങ്ങളുടെ പ്രതിബിംബം അതിലുണ്ടാകും. അപ്പോൾ ജലത്തിലെ വെള്ളം ഇങ്ങനെ ഓളങ്ങൾ ഉണ്ടാകുമ്പോൾ, വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാകുമ്പോൾ തരവഹ അപി, അതിൽ നിഴലിച്ച വൃക്ഷങ്ങളും ഇങ്ങനെ ചലിക്കുന്നതായിട്ട്, ചലാഹ ഇവ ദൃശ്യത്തെ, ചലിക്കുന്നത് പോലെ കാണപ്പെടുന്നുവോ. ഇനി മറ്റൊരു ഉദാഹരണം. ഭ്രാമ്യമാണേന ചക്ഷുഷ, നമുക്ക് തലചുറ്റുന്ന സമയത്ത് കണ്ണൊക്കെ ഇങ്ങനെ ചുഴലുമ്പോൾ ഈ ഭൂഹു ചലതീവ, ഭൂമിയും കറങ്ങുന്നുവോ എന്ന് ദൃശ്യതേ, നമുക്ക് തോന്നുന്നുവോ. ഏവം, ഇപ്രകാരമാണ് സ്ഥിരതയില്ലാത്ത മനസ്സിന് ഇവിടെ ഗുണൈഹി, പ്രാപഞ്ചിക വിഷയങ്ങളാൽ മനസ്സ് ഭ്രാമ്യമാണ്, ഇങ്ങനെ ചുഴന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടസ്ഥനായിരിക്കുന്ന ആ ജീവാത്മാവിന് യഥാർത്ഥത്തിൽ ജീവാത്മാവ് അവികലഃ, നിർവികാരനാണ് എന്നിരിക്കലും പുമാൻ, ആ ജീവാത്മാവ് ഞാനും ഇതൊക്കെ അനുഭവിക്കുന്നു എന്ന തത്സാമ്യതാം യാതി, തത്സാദൃശ്യത്തെ പ്രാപിക്കുന്നു. ഹേ ഭദ്രേ, അല്ലയോ ശുഭചരിതേ, അലിംഗഃ, ദേഹസംബന്ധമില്ലാത്ത ആത്മാവ് ഈ രീതിയിൽ ലിംഗവാൻ ഇവ, ദേഹബന്ധം ഉള്ളവൻ എന്നതുപോലെ തോന്നപ്പെടുന്നു. ഇങ്ങനെ ഈ ജീവാത്മാവ് ദേഹവുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ, അതിനങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ ഈ ദേഹവുമായി ബന്ധപ്പെട്ടവരൊക്കെ എൻ്റെ സ്വന്തമാണെന്നൊരു തോന്നൽ വരുന്നു. 25-ാമത്തെ ശ്ലോകം. ഏഷഃ ആത്മവിപര്യാസഃ ഹി അലിംഗേ ലിംഗഭാവന, ഏഷഃ പ്രിയാ അപ്രിയൈഃ യോഗഃ വിയോഗഃ കർമ്മ സംസൃതിഃ. അലിംഗേ, യഥാർത്ഥത്തിൽ ദേഹത്തോട് സംബന്ധമില്ലാത്ത ആത്മാവിങ്കൽ ലിംഗഭാവന, ഞാൻ ഈ ദേഹമാണ് എന്ന പ്രതീതി ഉണ്ടാകുന്നു. ഏഷഃ ഹി, ഇതുതന്നെയാണ് ആത്മവിപര്യാസഃ, ആത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണ. ഇനി ഇങ്ങനെയൊരു തെറ്റായ ധാരണ ഉള്ളതുകൊണ്ട് ഏഷഃ പ്രിയ അപ്രിയൈഹി, പ്രിയ വസ്തുക്കളോടും അപ്രിയ വസ്തുക്കളോടും ഉള്ള വിയോഗഃ യോഗഃ, വിയോഗവും സംയോഗവും. അപ്പോൾ നമുക്ക് ഈ ദേഹവുമായിട്ടൊരു ബന്ധം ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്കിത് പ്രിയപ്പെട്ടതാണ് എന്ന് തോന്നും. എന്നാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ അത് നഷ്ടപ്പെടും. അപ്പോൾ അതിനോടുള്ള ആ ഒരു വിയോഗം സംഭവിച്ചു എന്ന് ചിന്തിച്ച് ദുഃഖിക്കുന്നു. എന്നാൽ ചില സമയത്ത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത അപ്രിയ സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരും, അപ്രിയരായിട്ടുള്ള ആളുകളുമായി ഇടപഴകേണ്ടി വരും. അങ്ങനെയുള്ള അപ്രിയ വസ്തുക്കളോടുള്ള സംയോഗവും, ഇതൊക്കെ ഇങ്ങനെയുള്ള കർമ്മബന്ധവും സംസൃതിഹി, നാനായോനികളിൽ ചെന്നകപ്പെടലും ഒക്കെ ആയിട്ടിതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകളാണ് വാസനകളായി അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ പ്രിയ വസ്തുക്കളോടുള്ള ആസക്തി അതൊരു ചിന്തയാണ്, അതൊരു വാസനയാകും. അപ്രിയ വസ്തുക്കളോടുള്ള ആ ഒരു ദ്വേഷം അതും ഒരു വാസനയാണ്. ഇതനുഭവിക്കാൻ വീണ്ടും വീണ്ടും നമ്മൾ വന്നുകൊണ്ടേയിരിക്കുന്നു. 26-ാമത്തെ ശ്ലോകം. സംഭവഃ ച വിനാശഃ ച ശോകഃ ച വിവിധഃ സ്മൃതഃ അവിവേകഃ ച ചിന്താ ച വിവേകാസ്മൃതിരേവ ച. സംഭവഃ, ഇങ്ങനെ നമ്മൾ
കർമ്മബന്ധത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ജനനവും വിനാശ മരണവും വിവിധ ശോക പല രീതിയിലുള്ള ദുഃഖവും അവിവേക വിവേകരാഹിത്യവും ചിന്ത അതിനെക്കുറിച്ച് പിന്നീട് മനക്ലേശം വിവേക അസ്മൃതി വീണ്ടും വിചാരത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയും ഏവച്ച സ്മൃത ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.